ഇതാണെന്ന് തോന്നുന്നു വാച്ച് ടവർ എന്ന് പറഞ്ഞത്. ഇതിന് മേളിൽ കയറാമെന്ന് എനിക്ക് തോന്നുന്നു. ആ ചേട്ടൻ പറഞ്ഞ് കയറിക്കോളാനാണ് പറഞ്ഞത്. അവിടെ ഉപ്പുകാറ്റൊക്കെ അടിക്കുന്നുണ്ടായിരിക്കും കായലിൽ നിന്നുള്ള. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഖിൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ കോട്ടയം ജില്ലയിലെ കുമരകത്ത് ഉള്ള ഒരു പക്ഷി സങ്കേതത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്തതിൽ ഓളം സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം കിട്ടും. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് എഴുതണം. അപ്പം നമുക്ക് നേരെ ഇനി വീഡിയോ പോയി കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് കുമരകം പക്ഷി സങ്കേതം അല്ലെങ്കിൽ ബേർഡ് സാങ്ച്വറിയുടെ പ്രവേശന കവാടം എന്ന് പറയുന്ന ഭാഗം ഇവിടെയാണ്. ഇതിൻ്റെ വലതുവശത്തുള്ള കൗണ്ടറിൽ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എഴുതി വെക്കണം. അപ്പോൾ അത് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഗേറ്റ് തുറന്നു തന്നു. നമ്മൾ അകത്തേക്ക് കയറി പോവാണ്. നേരെ കാണുന്ന ആ കെട്ടിടം കണ്ടില്ല, അവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ട കൗണ്ടർ. അപ്പോൾ നമുക്ക് പോയി ടിക്കറ്റ് എടുക്കാം. വണ്ടിയുടെ പാർക്കിങ്ങിൻ്റെ ഇതും പേ ആൻഡ് പാർക്കാണ്. അപ്പോൾ അതിൻ്റെ പൈസ കൂടെ കൊടുക്കേണ്ടി വരും. ബൈക്കിലാണോ? അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ എൻട്രി ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് 50 രൂപ, ഇന്ത്യക്കാർക്ക് 50 രൂപയും ഫോറിൻസിന് 150 പിന്നെ വണ്ടികൾ വരുന്ന വണ്ടികൾക്കനുസരിച്ച് ഓരോ റേറ്റാണ് വരുന്നത്. നമുക്കവിടെ 65 രൂപയായി. 50 രൂപ പ്രവേശന പാസും 15 രൂപ നമ്മൾ വന്ന വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫീസുമായിട്ട് അങ്ങനെ 65 രൂപയാണ് അവിടെ കൊടുത്തത്. ഇനി ഈ കാണുന്ന വഴി കുറേ അങ്ങോട്ട് മുമ്പോട്ടേക്ക് പോകണം. കുറച്ച് മുമ്പോട്ടേക്ക് ചെന്ന് കഴിയുമ്പം അവിടെ ഈ ടിക്കറ്റ് ചെക്ക് ചെയ്യാനുള്ള കൗണ്ടറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ആളിരിപ്പുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഈ മുളങ്കൂട്ടവും കാര്യങ്ങളൊക്കെ ആ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന കൗണ്ടറിൻ്റെ തൊട്ട് മുമ്പിലുള്ള കാഴ്ചകളാണ്. അതിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് കയറി പോകേണ്ട വഴി എന്ന് പറഞ്ഞാൽ ഈ കൗണ്ടറിൻ്റെ തൊട്ട് സൈഡിൽ കാണുന്ന ഈ ഗേറ്റ് വഴി അകത്തേക്കാണ് ഈ കാടിനുള്ളിലേക്ക് പോകേണ്ടത്. അപ്പോൾ അകത്തിരിക്കുന്ന ആ സെക്യൂരിറ്റി ചേട്ടൻ നമ്മുടെ കയ്യിൽ നിന്ന് ആ ടിക്കറ്റൊക്കെ വാങ്ങിച്ച് അതിൻ്റെ നമ്പരൊക്കെ അവിടെ അവരുടെ ആ രജിസ്റ്ററിൽ നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മുടെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് ഓക്കെയാണ്. അപ്പോൾ നമ്മൾ അകത്തേക്ക് ആ ഗേറ്റ് വഴി കയറി പോവുകയാണ്. ഇവിടെ മുതലാണ് ഈ കാടിൻ്റെ ഭാഗങ്ങളൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ കയറി പോകുന്നതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഇങ്ങനെ വെള്ളക്കെട്ടുകൾ, വെള്ളം ഇങ്ങനെ കെട്ടി നിന്നിട്ടുള്ള ഇത് പായലൊക്കെ പിടിച്ചും ഒക്കെ കിടക്കുന്ന ഒരുപാട് വെള്ളത്തിൻ്റെ ഇതുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ആളുകളൊക്കെ ഇങ്ങോട്ട് ആദ്യമേ പോയവരൊക്കെയാണെന്ന് തോന്നുന്നു, അവരൊക്കെ തിരിച്ച് നടന്നു വരുന്നുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് കയറി പോവുകയാണ്. സംഭവം മൊത്തത്തിൽ ശാന്തമായ അന്തരീക്ഷമാണ്. വലിയ ശബ്ദമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷികളാണെങ്കിലും എല്ലാം കൂട്ടത്തോടെ തീറ്റ തേടിയൊക്കെ പോയിരിക്കുന്നുണ്ട്. പക്ഷികളുടേതാണെങ്കിലും വലിയൊരു ശബ്ദം എന്നൊന്നും നമുക്ക് പറയാനില്ല. ഇതുണ്ടല്ലേ, കുറേ ആളുകളൊക്കെ അകത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. നമ്മൾ ഉച്ച സമയത്ത് നല്ല വെയിലിൽ നിന്നാണ് ഇതിനകത്തേക്ക് വന്നത്. എന്നാൽ പുറത്തുള്ള അത്രയും ചൂടൊന്നും ഇതില്ല. നിറച്ച് മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ് ഇതിനകത്ത് കയറിയാൽ. നടപ്പ് വഴികളിലെല്ലാം ഇതുപോലെ കോൺക്രീറ്റിൻ്റെയും കല്ലിൻ്റെയും ഒക്കെ ഇത് പാകിയിട്ടുണ്ട് തറയിൽ. പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ വെള്ളക്കെട്ടുകളൊക്കെ കാണാം. അകത്തേക്ക് കുറച്ച് നടന്നു പോകുമ്പം മൂങ്ങയുടെ ശബ്ദവും തത്തയുടെയും കിളികളുടെയും ഒക്കെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമ്മൾ കാടിൻ്റെ ആ ഉള്ളിലെ ആ ഭാഗത്തേക്കൊക്കെ ആയിരിക്കും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടെ കൂടുതൽ കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാടിനകത്തൂടെ നടന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു ഇരുമ്പ് പാലത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കാരണം വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് ഇതുപോലത്തെ വെള്ളം കെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് കുറുകെ ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പ് പാലങ്ങൾ, ഈ കാണുന്ന പോലെ ഇരുമ്പ് പാലങ്ങൾ പണിതിട്ടുണ്ട്. സീസൺ ടൈമിലെ സ്നാക്സ് ഒക്കെ വിൽക്കുന്ന കടയാകാനാണ് സാധ്യത ഈ കാണുന്നത്.
ഈ കുമരകം പക്ഷിസങ്കേതം എന്ന് പറയുന്നത് ഫുള്ള് ഒരു കാടാണ്. ആ കാടിന് അകത്താണ് ഈ പക്ഷികളുടെ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ ഇത് സീസൺ ടൈം അല്ല. ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഉടനെ ധൃതി വെച്ച് ഇങ്ങോട്ട് വരണ്ട. സീസൺ ടൈം എന്ന് പറയുന്നത് ഫെബ്രുവരി മാർച്ച് സമയമാണ് ശരിക്കും സീസൺ ടൈം. ആ സമയങ്ങളിലാണ് പക്ഷികൾ മുട്ടയിടാനും ഒക്കെ ആയിട്ട് കൂട് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ കാടിൽ വരുന്നതെന്നാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞത്. അതും രാവിലെ സമയങ്ങളിൽ, അതായത് ഒരു 7 മണി ആ ഒരു സമയത്തൊക്കെ വരികയാണെങ്കിലാണ് കൂടുതൽ പക്ഷികളെ കാണാൻ പറ്റുന്നത്. ഈ സമയത്ത് വന്നാൽ അതിപ്പോൾ ഓഫ് സീസണാണ്. ഇപ്പോൾ ഡിസംബർ ജനുവരി മാസമൊക്കെ ഓഫ് സീസൺ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്തൊന്നും വന്നാൽ അധികം പക്ഷികളെ കാണാനോ അങ്ങനെയുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഈ കാടിനകത്തൂടെ ഉള്ള ഫ്രീ ആയിട്ട് കുറച്ച് നേരം നടക്കാനും ഒക്കെ ആയിട്ട് വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം ഉള്ളതുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും വരാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. പക്ഷേ പക്ഷികളെ കാണാനായിട്ട് ഇപ്പോൾ ഉടനെ വരണ്ട. ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് സമയമാകുമ്പോഴത്തേക്കും മാത്രം വരിക. അതാണ് സീസൺ എന്നാണ് ഇവരിവിടെ പറഞ്ഞത്. ഉടുമ്പാണ് ആ കാണുന്നത്. അതിൻ്റെ ദേഹത്തെ ആ ഇതെല്ലാം തൊലിയെല്ലാം ഇങ്ങനെ പതുക്കെ പൊളിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കാണാം അതിൻ്റെ ദേഹത്ത്. KTDC ആണ് ശരിക്കും ഈ പക്ഷി സങ്കേതത്തിൻ്റെ നടത്തിപ്പും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബോട്ട് സർവീസ് പോലെ എന്തോ ഒരു ചെറിയ പരിപാടിയൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ അവർ ചെയ്യുന്നുണ്ട്. നടന്നൊക്കെ മടുത്തൊക്കെ വരികയാണെങ്കിൽ ഇത് കണ്ടില്ലേ, മരങ്ങളൊക്കെ ഇങ്ങനെ വീണ് കിടപ്പുണ്ട്. അപ്പോൾ അതിലൊക്കെ കയറി നമുക്ക് വേണമെങ്കിൽ അതൊക്കെ വിശ്രമിച്ചിട്ടൊക്കെ ബാക്കി നടത്തം തുടങ്ങാം. ഇതിനകത്തൊരു ലവ് ബേഡ്സിനെ പക്ഷികളൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ മൊത്തം ലവ് ബേഡ്സാണ്. എല്ലാവരും എൻജോയ് ചെയ്ത് ഇതിനകത്തോട് നടക്കാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഫാമിലി ആയിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമുള്ള ഏരിയ അല്ല, പ്രശ്നങ്ങളോ സംഭവങ്ങളോ ഒന്നും ഉള്ള ഇതല്ല. കാടാണെങ്കിലും ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് കാണാം, കര കാണാവുന്ന രീതിയിൽ ഉള്ള കാടാണ്. ഈ കാടിൻ്റെ സൈഡ് വഴിയാണ് ഇത് ഇങ്ങനെ റെഡിയാക്കിയിരിക്കുന്നത്. ഇങ്ങനെ കാടിനകത്തുനിന്ന് നമ്മളിങ്ങനെ കുറച്ച് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇത് കണ്ടില്ലേ, ഹൗസ് ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വീടുകളുടെയൊക്കെ സൈഡിൽ ഇങ്ങനെ ചെറിയ വള്ളങ്ങളുമൊക്കെ അടുപ്പിച്ചിട്ടിരിക്കുന്നതാണ്. വേമ്പനാട്ടുകായലിൻ്റെ ഭാഗമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഹൗസ് ബോട്ടുകളൊക്കെ ഈ സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്നത്. ഇവിടുന്ന് കുറച്ച് മുമ്പിലേക്ക് എന്നാൽ നേരെ കായലിലേക്ക് ആണ് ഇറങ്ങുന്നത്. നമ്മൾ ഇങ്ങോട്ടേക്കുള്ള വഴി പറയാൻ മറന്നുപോയി അല്ലേ. ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി വേറെ ഒന്നും നോക്കാനില്ല. നേരെ കോട്ടയത്തു നിന്ന് കുമരകം വരിക. കുമരകത്തു നിന്ന് 5 കിലോമീറ്റർ ആണ്. എവിടെയാണ് കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ കവണാറ്റിങ്കര എന്ന് പറയുന്നൊരു പാലമുണ്ട്. ആ പാലം ചോദിച്ചാൽ മതി. ആ പാലത്തിന് തൊട്ട് മുമ്പായിട്ട് ഇടത് സൈഡിലാണ് ഈ കാണുന്ന പക്ഷി സങ്കേതം. നമ്മൾ നിൽക്കുന്നത് കാടിൻ്റെ ഭാഗത്തും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ആ കാണുന്ന ഭാഗം കായലുമാണ്. അപ്പോൾ ആ കായലിൻ്റെ അവിടുന്ന് വെള്ളം ഇതുവഴി ഇങ്ങനെ ഒരുപാട് അകത്തേക്ക് ഇങ്ങനെ കയറി വരുന്നത്. അതാകാനാണ് സാധ്യത. ഇതിനകത്തുള്ള ഫുള്ള് ഓരോ ഭാഗങ്ങളിലും വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നതിൻ്റെ കാരണം അത് തന്നെ ആകാനായിരിക്കും സാധ്യത. വേറെ അല്ലാണ്ട് വെള്ളം ഇങ്ങനെ നിൽക്കാൻ വേണ്ടി ഇതില്ല. അതിപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഈ ഭാഗത്തു നിന്ന് ഇത് കണ്ടില്ലേ, ഈ ഭാഗത്തു നിന്ന് അത് ആ കാണുന്ന കായലിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഫുള്ള് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ആ ഒരു ലെവലിൽ തന്നെ ഇതിനകത്ത് നിൽപ്പുണ്ട്. ഇതാണ് കാടിൻ്റെ ഒരു എൻഡെന്ന് വേണേൽ പറയാം. അപ്പം അവിടെ ഒരു സെക്യൂരിറ്റി സ്റ്റാഫൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് കായലിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. ആ മുൻപിൽ കാണുന്നതാണ് വേമ്പനാട്ട് കായൽ. അതിനകത്തൊരു ഹൗസ് ബോട്ടുകൾ പോകുന്നതും ചെറിയ കൊച്ചു വള്ളങ്ങളും കാര്യങ്ങളും ഒക്കെ പോകുന്നതും ചിക്കാർ ബോട്ടുകളൊക്കെ പോകുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്നാൽ മൊത്തം ഓപ്പണായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് മറ്റ് കാഴ്ചകൾ കൂടുതൽ ഇതൊന്നും അങ്ങനെ നിന്നാൽ നമുക്കറിയില്ല. പക്ഷേ ഹൗസ് ബോട്ടുകളൊക്കെ പോകുന്ന കാഴ്ച ഇവിടെ വന്ന് കണ്ടാൽ നല്ല ഭംഗിയാണ്. ഇവിടെ കൊണ്ട് ഈ ഭാഗത്തെ കാട് തീരുക. പിന്നെ അകത്തേക്ക് ഒരു 1/2 കിലോമീറ്ററൂടെ നടക്കാനുണ്ട്. ആ ഭാഗത്തൂടെ 1/2 കിലോമീറ്ററൂടെ പോയാൽ എന്തോ വാച്ച് ടവർ പോലെ എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഭാഗത്തോട്ടൊക്കെ കയറുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കൂടുതൽ കാടിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതല്ല പായലൊക്കെ പിടിച്ച് ഫുള്ള് വെള്ളമൊക്കെ ആണെങ്കിലും കാട്ടിലൂടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കുറേ നേരം നടക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും ഈ സ്ഥലം കൊള്ളാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതാണെന്ന് തോന്നുന്നു വാച്ച് ടവർ എന്ന് പറഞ്ഞത്. ഇതിന് മേളിൽ കയറാമെന്ന് എനിക്ക് തോന്നുന്നു. ആ ചേട്ടൻ പറഞ്ഞ് കയറിക്കോളാനാണ് പറഞ്ഞത്. അവിടെ നിന്ന് സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞ് ജസ്റ്റ് നമുക്ക് എന്തായാലും ഒന്ന് കയറി നോക്കാം.
ഇങ്ങനെ മുകളിലേക്ക് കയറാം. മൊത്തം തുരുമ്പൊക്കെ അടിച്ച് പോയി. ഉപ്പുകാറ്റൊക്കെ അടിക്കുന്നുണ്ടായിരിക്കും കായലിൽ നിന്നുള്ള. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ കയറി ചെല്ലുന്നത് കരടിയുടെ കൂട്ടിലോട്ട് വല്ലാണോ അറിയാൻ പറ്റില്ല. എന്തായാലും വെറൈറ്റി ആയിക്കോളൂ, ഓളം ആയിക്കോളൂല്ലോ. ഇത് നമ്മൾ ഇപ്പോൾ ചാടി കയറി വന്നില്ലേ, ഇതല്ല എന്ന് തോന്നുന്നു വാച്ച് ടവർ. ഇവിടെ വന്നാൽ ഒന്നും കാണത്തില്ല. അതെ, ഇതിവിടെ കൊണ്ട് തീരുകയാണ്, വേറൊന്നുമില്ല. ഈ സൈഡിലോട്ടുള്ളതെല്ലാം ഈ കാടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അത് വലിയ ഭംഗിയിലൊന്നും കാണത്തൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതാകാൻ സാധ്യതയില്ല, വേറെ വാച്ച് ടവർ കാണുമായിരിക്കണം. ചിലപ്പോൾ നമ്മളിപ്പോൾ കയറിയ ആ വാച്ച് ടവർ സീസൺ ടൈമിലായിരിക്കും ഉപകാരപ്പെടുന്നത്. കാരണം കൂടുതൽ പക്ഷികളൊക്കെ ഇങ്ങനെ അതിന് കാടിന് മുകളിലൂടെ പറക്കുന്നതൊക്കെ ചിലപ്പോൾ ആ സമയത്തായിരിക്കും കാണുന്നത്. ഇതിനിടയ്ക്ക് വെച്ച് നമ്മുടെ ഗിംബലിൻ്റെ ആ ചെറിയ ട്രൈപോഡ് ഇതിനെ അടിയിൽ പിടിപ്പിക്കുന്ന ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടായിരുന്നു, അത് ഒടിഞ്ഞുപോയി. അപ്പോൾ അതുകൊണ്ട് അധികം നീളത്തിൽ നമുക്ക് കിട്ടുന്നില്ല. ഇതിൻ്റെ ഈ ബാക്കിയുള്ള ഭാഗത്ത് മാത്രമേ നമുക്ക് പിടിക്കാൻ ഇപ്പോൾ കൈ എത്തുന്നുള്ളൂ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ വാച്ച് ടവർ. ജസ്റ്റ് നമുക്കൊന്ന് മേളിലോട്ട് പോയി നോക്കാം. അവിടെ നിന്ന് ആ ചേട്ടനെ പറഞ്ഞ് കയറി നോക്കിക്കോളാൻ പറഞ്ഞു. നമുക്ക് ഒന്ന് പോയി നോക്കാം. വള്ളിയൊക്കെ ഏതാണ്ട് കെട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല, കയറിക്കോളാനാണ് പറഞ്ഞത്. വള്ളിയൊക്കെ ചാടി നമ്മൾ കയറുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വാച്ച് ടവറിൻ്റെ മേളിൽ ജസ്റ്റ് കയറി. അപ്പോൾ എന്ത് ആ കാണുന്നത് കായലിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്. ഒന്ന് രണ്ട് മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് അത്ര വ്യക്തമല്ല, എങ്കിലും കായലിൻ്റെ കാഴ്ചകളൊക്കെ ഇവിടെ വന്നാൽ കുറച്ചുകൂടെ കാണാൻ പറ്റും. വൈകുന്നേരം സന്ധ്യസമയം ആകാറായതുകൊണ്ട് കുറേ കിളികളുടെയൊക്കെ ശബ്ദം വന്നതിനേക്കാളും കൂടുതൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ തിരക്കും, ആളുകളുടെ തിരക്കെല്ലാം കുറഞ്ഞു. നമ്മൾ വന്ന സമയത്തൊക്കെ നല്ല ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ കാട്ടിൽ നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കമൻറ്റായിട്ടും എഴുതണം. അതോടൊപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോകളും വിശേഷങ്ങളായിട്ട് വരുന്നതിന് വരെ എല്ലാവർക്കും ബൈ ബൈ.